ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. എടാ, ഇന്നെന്തോ സെമിനാർ ഉണ്ടെന്ന് കേട്ടല്ലോ. എനിക്കറിയില്ലടോ, ഞാൻ പോവാണ്, എനിക്ക് ലാബുണ്ട്. ഓ, ലാബ്. ഞാൻ റെക്കോർഡ് പോലും എഴുതിയിട്ടില്ല. വാ, നമുക്കൊന്ന് പോയി നോക്കാം. നമ്മുടെ മണ്ണും വായുവും മലിനപ്പെടുത്തി ഏകദേശം 25 വർഷമായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ എൻഡോസൾഫാൻ ഇവിടെ തളിച്ചു. ഈ വിഷത്തിൻ്റെ ഭീകരത ഏറ്റുവാങ്ങിയത് പിഞ്ചു കുഞ്ഞുങ്ങളും ഗർഭസ്ഥ ശിശുക്കളുമാണ്. പിറന്നു വീണതോ ജീവൻ്റെ തുടുപ്പ് മാത്രമുള്ള ഏതോ ജീവികളായിട്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. വലിയ തലയുള്ളവർ, ചിരിക്കാൻ കഴിയാത്തവർ, നാവ് വായുടെ ഉള്ളിലേക്ക് എടുക്കാൻ സാധിക്കാത്തവർ, അങ്ങനെ എത്രയോ ഭീകര ദൃശ്യങ്ങൾ. എൻഡോസൾഫാൻ സ്പ്രേയിങ് നിർത്തി വർഷങ്ങളോളമായിട്ടും ഗവൺമെൻറ് ഇത് നിരോധിച്ചിട്ടും ഈ വിഷത്തിൻ്റെ ക്രൂരത ഏറ്റുവാങ്ങി ജീവിക്കുന്നവർ എന്ത് തെറ്റാണ് ചെയ്തത്? അധികാരി വർഗം ഇനിയും ആഗോള ഭീമന്മാർക്ക് ദാസ്യവേല ചെയ്യുന്നതിന് പകരം സ്വന്തം ജനങ്ങളുടെ വെൽഫെയർ ശ്രദ്ധിക്കണം എന്നതല്ലേ ഇതിൽ നിന്ന് വിരൽ ചൂണ്ടുന്നത്? പരിസ്ഥിതിയെക്കുറിച്ച് ബോധമില്ലായ്മയാണ് നമ്മെ ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്. ഉപഭോഗ സംസ്കാരത്തിൻ്റെയും അസ്ഥിര സുഖങ്ങളുടെയും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയലയുന്ന നമുക്കവിടെ പ്രകൃതിയെക്കുറിച്ച് പരിതപിക്കാൻ നേരം. മനുഷ്യൻ്റെ അസ്തിത്വം പ്രകൃതിയാണ്, പ്രകൃതി സംരക്ഷണമാണ് എന്ന തിരിച്ചറിവാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ ചുറ്റുപാട് ഈ വിഷപ്പുക തുപ്പിയ ധൂമം എത്രയാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതല്ലേ. ഡാ കറുത്ത, എടാ നീ ആ സെമിനാർ കേട്ടില്ലേ? എടാ നമുക്കൊന്ന് അതിനെക്കുറിച്ച് അന്വേഷിച്ച് നോക്കിയാലോ? അംബികാസുദ്ധ ഒരാളുണ്ട് അത്രേ, അവർക്കാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ വല്ല അറിയുണ്ടാവും. പോണെങ്കിൽ പോവാം. അങ്ങനെയാണെങ്കിൽ പക്ഷെ നമുക്ക് അവന്മാരുണ്ടേ കൂടെ വിളിക്കണ്ടടാ. അത് ശരി, പക്ഷെ എങ്ങനെ നമ്മൾ പോവാ? എടാ കാഞ്ഞങ്ങാട് വരല്ലേ, നല്ല രാവിലെ എണീറ്റ് ബസ്സിന് പോവാടാ, കുഴപ്പമൊന്നുമില്ലല്ലോ. കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും ബാധിച്ചു കാണുന്നത്. കാരണം ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി ഏറ്റവും കുറയുന്നത് കുഞ്ഞുങ്ങൾക്കാണ്. വലിയ ആളുകൾക്ക് ശരീരത്തിന് പ്രതിരോധ ശേഷിയുണ്ട്. പ്രത്യേകിച്ചും ഗർഭസ്ഥ ശിശുക്കളെ ഇത് വളരെ പെട്ടെന്ന് ബാധിക്കുന്നു. അപ്പം അതുകൊണ്ടാണ് ജനിതക വൈകല്യങ്ങളോട് കൂടിയിട്ട് കുട്ടികൾ പിറക്കുന്നത്. അതുപോലെ പിറന്ന കുട്ടികൾക്ക് വളരെ ചെറിയ പ്രായത്തിലാണെങ്കിൽ ഈ വിഷം നേരിട്ടോ അല്ലാതെയോ ശരീരത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അകാല വാർദ്ധക്യം, ശരീരത്തിൻ്റെ വളർച്ച മുരടിച്ചു പോവുക, പലതരം സോറിയാസിസ് രോഗങ്ങളും മനോവൈകല്യങ്ങൾ, ബുദ്ധിമാന്ദ്യമുള്ള ധാരാളം കുട്ടികളുണ്ട്, ഭ്രാന്ത് വന്നിട്ടുള്ള ധാരാളം കുട്ടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ താളം നഷ്ടപ്പെട്ടു പോകുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആർത്തവം വരികയും
അത് ഒരുപാട് പ്രയാസങ്ങളിലേക്ക് കുടുംബത്തെ എത്തിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അബോർഷൻ കേസുകൾ, ഒരുപാട് അബോർഷൻ കേസുകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ തല വലുതാകുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒരുപക്ഷെ കുട്ടികളുടെ ഗർഭസ്ഥ ശിശുക്കൾക്ക് തല ഇല്ലാതെ ആകുന്ന അനുഭവങ്ങളും ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ജനിക്കാതെ പോകുന്ന, ഗർഭത്തിലെ മരിച്ചു പോകുന്ന ഒരുപാട് കുട്ടികളുടെ വലിയ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കൂടുതൽ വിശദമായിട്ട് പറയാം. ഇവരുടെയൊക്കെ ജീവിതം വെച്ചാണോ ഞാൻ ക്യാമ്പസിൽ ഷൈൻ ചെയ്യാൻ പോകുന്നത്? ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ചെയ്യും. ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും. നീ പറഞ്ഞതൊക്കെ ശരിയാ. അതിനിപ്പോ നമ്മളെന്താ ചെയ്യാ? അത് തന്നെയാടാ ഞാനും ആലോചിക്കുന്നത്. നീ എന്താടാ ഇങ്ങനെ ഇരിക്കുന്നേ? അതല്ലടാ, ഞാൻ ആലോചിക്കുകയായിരുന്നേ, നമ്മളൊക്കെ എത്ര ഭാഗ്യവന്മാരാടാ. ശരിയാടാ, ഈ ഡോക്യുമെൻ്ററി ചെയ്തിട്ടൊരു പ്രയോജനമില്ല. അതിന് വരെ അവർക്ക് ഇത്തിരി പൈസ പിരിച്ചു കൊടുത്താൽ അതൊരു സഹായമായിരിക്കില്ലേ? അതിന് ഇത്രയും പൈസ എവിടുന്നാടാ? അത് നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് വിരിക്കാം. എടാ, അത് സൂപ്പർ ഐഡിയ കേട്ടോ. അത് ചിലപ്പോൾ വർക്കൗട്ട് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളെ കൊണ്ട് മാക്സിമം എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ കുറച്ച് കാശ് പിരിച്ച് ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആരെയും കമ്പൽ ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾ കൊണ്ട് കഴിയാവുന്ന അത്ര തരിക, നമുക്കത് പിരിച്ച് അവർക്ക് കൊടുക്കാം. ഡാ, അപ്പൊ നമ്മൾ എത്ര വെച്ച് തരണം? എടാ, എത്ര ഇടുന്നില്ലല്ല, അതിന് വില്ലിങ് ആയില്ലേ, അത് മതി. ഡാ, ഇതിപ്പം നമ്മൾ 5 കോടി ഇട്ട 500 ഉള്ളോ അളിയ, സംഗതി ഫ്ലോപ്പ് ആവോ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വെയിറ്റ് ചെയ്യും അച്ഛാ, നമ്മൾ പറഞ്ഞതിലേ ഉള്ളൂ, കിട്ടൂടാ. അബ്ദു, എൻ്റെ അടുത്ത് 50 രൂപ ഉണ്ട്, അത് മതിയോ? അതിനെന്താ, ഇതിലിട്ടോടാ. ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും ആസ്വദിച്ച് വളർന്നവരൊന്നുമല്ല ഞങ്ങൾ. പക്ഷേ ജീവിതത്തിലെ ദുരന്തങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. ദൈവം ചില സമയങ്ങളിൽ വികൃതി കാണിക്കുമ്പോൾ എൻഡോസൾഫാനുകൾ സംഭവിക്കുന്നു. ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വികൃതികൾക്ക് ഇരയാകുന്നത് ഇതുപോലെ പിഞ്ചു ബാല്യങ്ങളാണ്. ദുരന്തങ്ങൾ മഴയായി വർഷിച്ച കാസർഗോഡിൻ്റെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ തോട്ടത്തിനടുത്താണ് ഈ പിഞ്ചു കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ ജീവിക്കാനൊരിടം കണ്ടെത്തിയത്. ഇതുതന്നെയാണ് ഇവർ ചെയ്ത തെറ്റും. ഈ പിഞ്ചു പൈതൽ എൻഡോസൾഫാൻ ദുരിത ബാധിതരുടെ ചെറിയൊരു ഉദാഹരണം മാത്രം. ഇതിലും ഭീകരമായ എത്രയോ ദൃശ്യങ്ങൾ ഈ കാസർഗോഡിന് ചുറ്റുമുണ്ട്. മണ്ണിനെയും സഹജീവികളുടെയും മുന്നിൽ ലാഭക്കൊതി മൂടുപടം വിരിച്ചപ്പോൾ നമ്മൾ ഈ ദുരന്തത്തിൻ്റെ കാഴ്ചക്കാരാകാൻ മാത്രം വിധിക്കപ്പെട്ടവർ. ഈ അമ്മ ഞങ്ങളോട് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഈ കുഞ്ഞിന് നിൽക്കാൻ പറ്റില്ലത്രേ, ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം മാത്രം കഴിക്കാൻ പറ്റും. കുട്ടിയുടെ ബുദ്ധിക്കും പ്രശ്നമുണ്ടെന്നാണ് ഡോക്ടർമാരുടെ കണ്ടെത്തൽ. കേരള ഗവൺമെൻറ് ക്യാമ്പിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ക്യാമ്പുകൾ ക്രിയാത്മകമായി സംഘടിപ്പിക്കാത്തത് കാരണം ലഭിക്കുന്ന സഹായം ഫലപ്രദമല്ല. ഈ കുഞ്ഞിൻ്റെ മരുന്നുകളുടെ ലിസ്റ്റ് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അത്രയധികം ലിസ്റ്റുകളുണ്ട്. മിക്കവാറും ഇതൊരു ജനിതക രോഗമെന്നിരിക്കെ ചികിത്സ എത്രത്തോളം ഫലിക്കുമെന്ന് സംശയമാണ്. തുച്ഛ വരുമാനക്കാരനായ അച്ഛൻ നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ. എന്നാലും തനിക്കാവുന്നതുപോലെയൊക്കെ അച്ഛൻ ചെയ്യുന്നു തൻ്റെ പൊന്നു മോൾക്ക് വേണ്ടി. കേന്ദ്ര ഗവൺമെൻറ്റേയും കേരള ഗവൺമെൻറ്റേയും ഒക്കെ ഒരുപാട് സഹായം കിട്ടുന്നുണ്ട്. പക്ഷേ ഒന്നിനും തികയുന്നില്ല എന്നുള്ളതാണ് സത്യം. മരുന്നുകളുടെ ചെലവ് അപാരമാണേ. കൂലിപ്പണിക്കാരായ ഇവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, അതാണ് സത്യം. വലിയ ഓപ്പറേഷനൊക്കെ നടത്തിയ കുട്ടിയുടെ രക്ഷപ്പെടുത്തുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് ഡോക്ടർമാർ പറയുന്നതല്ലേ, വെറും പറച്ചിലാണ്. നിങ്ങൾ കണ്ടില്ലേ, അത്രയും ദയനീയമാണ് കുട്ടിയുടെ അവസ്ഥ. വലിയൊരു സേവനമാണ് ഞങ്ങൾ ചെയ്തത് എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ സമൂഹത്തിൻ്റെ പാർശ്വങ്ങളിൽ എൻഡോസൾഫാൻ്റെ വിഷബീജം പേറിക്കൊണ്ട് ജീവിതത്തോട് മല്ലടിക്കുന്ന പാവപ്പെട്ട രോഗികളുടെ ഒരു നേരത്തെ കണ്ണുനീർ തുള്ളിയെങ്കിലും തുടക്കാനായതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. വെറും മാംസപിണ്ഡങ്ങളായി ജനിച്ചു വീഴാൻ വിധിക്കപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഗർഭധാരണത്താൽ മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട അമ്മമാർക്ക് വേണ്ടി, നമ്മുടെ പെങ്ങന്മാർക്ക് വേണ്ടി,
സ്നേഹത്തിൻ്റെ കുട ചൂടാനായി എന്ന ചാരിതാർത്ഥ്യമാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരായ ഒരു കുടുംബത്തിനെങ്കിലും ആശ്വാസം പകരാൻ കഴിഞ്ഞെന്ന ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ മടങ്ങുമ്പോൾ നമുക്ക് മുന്നിൽ ബാക്കിയാവുന്നത് ഒരുപാട് ചോദ്യങ്ങളാണ്. സ്വർഗയിലെയും കാലൊടുക്കയിലെയും തെളിനീരുറവുകളും കിളികളുടെ കലകളനാദങ്ങളും കവർന്നെടുക്കാൻ കൂട്ടിനിന്ന കാര്യങ്ങൾ ആരുടേതാണ്? പ്രകൃതിയുടെ ആവാസവ്യവസ്ഥ തകർക്കുന്ന ഭൂമിക്ക് ജീവജാലങ്ങൾക്ക് ചരമഗീതം ഓതുന്ന വികസന പദ്ധതികൾ നമുക്കിനിയും വേണോ? വരും തലമുറയ്ക്ക് കാടുകളും പുഴകളും ഒരു ചരിത്രപാഠമാവാതിരിക്കണം. വനനശീകരണത്തിനെതിരെ, പുഴകൾ മലിനപ്പെടുത്തുന്നതിനെതിരെ, വിഷങ്ങൾ കീടനാശിനികളായി ഉപയോഗിക്കുന്നതിനെതിരെ നമുക്ക് വിപ്ലവം നയിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ഒരുക്കുമുഷ്ടികൾ വാനിലേക്ക് ഉയർത്താം, ഇനിയും മരിക്കാത്ത ഭൂമിയുടെ ദീർഘായുസിനായി.